ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ട്രിപ്പ് പോകണേ. ഇന്നലെ ഷോർട്ട് വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നത് നമ്മൾ ട്രിപ്പ് പോകണ്ടെന്നുള്ളത്. അപ്പോൾ ഇന്നാണ് ആ പോക്ക്. ഇനി നമ്മൾ നേരെ റെയിൽവേക്കാണ് പോകണേ. എൻ്റെ മുന്നിൽ വഴിയെ മനസ്സിലാവും, ഞാൻ പറയാം. അപ്പോൾ നമ്മൾ നേരെ റെയിൽവേക്കാണ് പോണത്. ഇൻഷാ അല്ലാഹ് ഞാൻ അവിടുന്ന് കാണാം. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് 4 മണിക്കാണ് നമ്മൾ ട്രെയിന്. അപ്പോൾ നമ്മളൊരു 3:30 ആയപ്പോൾ അവിടെ എത്തി. എന്താ പ്ലാന്? നമ്മൾ ഇത്രയും ആൾക്കാരുണ്ട് കേട്ടോ. ഇനിയും ആൾക്കാർ വരാനുണ്ട്. അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇച്ചിരി നേരമായിട്ട് എവിടെ പോകണമെന്ന് പറഞ്ഞിട്ടില്ലേ? എവിടെ പോണേ? കാശ്മീർ. അതെ, ഞങ്ങൾ കാശ്മീർ വരെ പോകണേ. ആഗ്ര ടു അജ്മീർ, അജ്മീർ ടു കാശ്മീർ, കാശ്മീർ ടു ഡൽഹി, അങ്ങനെയാണ് പ്ലാൻ വരാറ്. ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സീറ്റ് ഇട്ടിട്ടില്ല. ഞാനും പോസ്റ്റാ. ഞാൻ കണ്ടൊക്കെ സീറ്റ് ഇട്ടിട്ടില്ല. ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. അങ്ങനെ സീറ്റ് കിട്ടാതെ ഇരുന്നിരുന്ന് ഞങ്ങൾക്ക് ലാസ്റ്റ് സീറ്റ് കിട്ടി ഗൈസ്. ഹൗസ് സീറ്റ് എങ്ങനെയുണ്ട്? 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 നിങ്ങൾക്ക് ഭാഷ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് നമ്മൾ പൊറാട്ടി മീറ്റ് നമ്മളെ നാട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് മേടിച്ചിട്ടില്ല. സംഭവം അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ നേരത്ത് ട്രെയിനിൽ വെച്ചിട്ട് എല്ലാവരും മസ്റ്റ് ട്രൈ. ഇനി നമ്മളിതിന് ശേഷം എന്തെങ്കിലും എടുക്കും. എന്നിട്ട് പിന്നെ നാളെ കാണാം. ബൈ. മുഖം കണ്ടിട്ട് ആരൊന്നും വിചാരിക്കണ്ട. ഉറക്കത്തിന് നീറ്റിക്കൊണ്ട് വന്ന് ഫ്രഷ് ബ്രഷ് കഴിഞ്ഞ് ഇരിക്കുന്നുള്ളൂ. അപ്പോൾ ചാടിക്കാണ്. പിന്നെ ഈ ട്രെയിനിൻ്റെ ഭയങ്കര സൗണ്ടും എല്ലാവരുടെ സംസാരം കാരണം നമുക്ക് ശരിക്കും വീഡിയോസ് നോക്കാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് കുറച്ച് വീഡിയോ ക്ലിക്ക് എടുത്തിട്ടുണ്ട്. അത് അപ്ലോഡ് ചെയ്യണം. ഇനിയിപ്പോൾ ചാടിക്കാണ്. ഓരോരുത്തരായിട്ട് നീക്കുന്നുണ്ട്. സ്കർ കഴിഞ്ഞ് കിടന്നവരാണ്. അപ്പം അത് എവിടെ എത്തിയെന്ന് ആർക്കും കൊടുത്തല്ലേ കേട്ടോ. ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ഗംഗവാലി കഴിഞ്ഞ് ഇനി രത്നഗിരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 3 മണിക്ക് പണിക്കോവ കഴിഞ്ഞിട്ടുണ്ട്. ഒരാൾ പറഞ്ഞിരുന്നത് 3:30 നമുക്ക് നീച്ചിരിക്കുക, പണിക്കോവ കാണാം എന്നൊക്കെ. ആര് നിൽക്കുന്ന ആളൊക്കെ നല്ല ഉറക്കമായിരുന്നു. നമ്മളത് ശരിക്കും ഉറങ്ങായിരുന്നു. അവരെ ഭയങ്കര ഉറക്കമായിരുന്നു. അങ്ങനെ ഞാനും നിറയണത് പിന്നെ പിന്നാലെ വന്നിട്ടുണ്ട്. ആ സീറ്റ് അവിടെ ഒഴിവായി കഴിഞ്ഞിട്ട് ഇനി രത്നഗിരിക്കാണ് പോണത്. ഇനി നമ്മള് നാളെ ആഗ്ര എത്തും. ആഗ്ര ഒരു ദിവസം സ്പെൻഡ് ചെയ്യും. ബാക്കി ഞാൻ അപ്പം പറയാം. ഇനി നമുക്ക് ചായ കുടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇനി ബാക്കിയുള്ളവരൊന്ന് ഇപ്പൊ നമുക്ക് എല്ലാവരും ഒന്ന് ശല്യം എടുത്തു തരാം. എല്ലാരും ശല്യം എടുത്തിട്ട് വരും. അറിയാ എന്നാ ഞങ്ങള് തീരെ അറിയേണ്ടില്ല. നമുക്ക് തീരെ ഭയങ്കര കൺജസ്റ്റഡ് ചെയ്തോടെ. ആ അതെ, അതേപോലെ തന്നെ ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. മതി നീറ്റോടി. അത് ബാക്കി എന്തിന്ന് ചാക്ക്
ചുറ്റിട്ട് പോലുണ്ട്. 10 മണി. നീക്ക് ഞങ്ങള് ഭയങ്കര കണ്ടസ്റ്റായിരുന്നു. സുഖിച്ചിറങ്ങണ്ട വേ ഇറങ്ങിക്കോ. ആരുടെ മതി കണ്ട പേര് മാത്രം നമ്മളെ ബോഗിയിലുള്ളൂ, നമ്മളെ ആൾക്കാർ കേട്ടോ. കാരണം ബാക്കി കുറച്ച് പേര് എക്കണോമിയിലുണ്ട്. അവിടെ ഇതിനും ഭയങ്കര കൺജസ്റ്റഡ് ആണ്. അത് 2-3-4-5 ബോഗി കഴിഞ്ഞിട്ട് അത് എത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പോകാൻ കുറച്ച് പാടാണ്. ഇൻഷാ നമ്മൾ പോകുമ്പോൾ ആണെങ്കിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ കുഴപ്പമില്ല, ഭയങ്കര റഷാണ്. പക്ഷെ അവർ ആ ബോഗിയിൽ എക്കണോമിക് ക്ലാസ്സിൽ ഭയങ്കര കൺജസ്റ്റഡ് ആണ് വെച്ചാൽ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. കാരണം അങ്ങോട്ട് ഭയങ്കര ഒരു ഇടുങ്ങിക്കാണ്ടാട്ടോ അവർ ഇത് വരുന്നത്. എനിവേ നമ്മൾ ചായ അടിക്കണം, അങ്ങോട്ട് പോയി നോക്കണമെന്നുണ്ട്. പക്ഷെ കുറേ നടക്കാണ്ട്, അതാ മടി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് റോബസ്റ്റ് ആണ്. നമുക്ക് പൊതുവെ റോബസ്റ്റ് ഇഷ്ടമാണ്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. എനിക്കെന്തിനാണോ എനിക്കെന്തിനാണോ എല്ലാവരും റോബസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തോളാന്ന് പറയുന്നത്. ബാക്കിയുള്ളവരവിടെ വേറെ കേക്ക് ഉണ്ട്. നമ്മൾ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. നമുക്ക് ബിരിയാണി ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് എഗ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് എഗ് ബിരിയാണി നമ്മൾ ഷെയറിംഗ് ആണല്ലോ, ഷെയർ ചെയ്തിട്ടുണ്ട്. ഭയങ്കര എരിവാട്ടോ, നമ്മൾ വിചാരിക്കണ നല്ല എരുണ്ട്. ഇന്നത്തെ ലഞ്ച് എന്തായി? ഫ്ലോപ്പായി. എന്റെ എനിക്ക് എങ്ങനെയുണ്ട് ഫുഡ്? അപ്പോൾ ഗൈസ് നമ്മളൊരു ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഡൽഹിയിൽ ആള്, പക്ഷെ ആൾ കണ്ണൂരെ വർക്ക് ചെയ്യണത്. കണ്ണൂരാണ്. കണ്ണൂരല്ലല്ലോ, കോട്ടയത്തല്ലേ? കോട്ടയത്തെ വർക്കിങ്ങും ഇതൊക്കെ അത് ഇഷ്ടമല്ല. അതുകൊണ്ട് ആള് ഫേസ് കാണിക്കണില്ല. നമ്മൾ പെർമിഷൻ ചോദിച്ചിരുന്നു, പക്ഷെ ആൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞോണ്ട് നമ്മളിങ്ങനെ പറയണത്. ഇനി നമുക്ക് വെറുതെ എന്ത് പഠിച്ച അയാളേക്കൊന്ന് സരോജിനി പോയി ബാർഗിങ് ചെയ്യണമല്ലോ. പിന്നെ അവിടെ നമുക്കറിയാം, പക്ഷെ മൂപ്പര് എന്തൊക്കെയാ അവിടെ നടക്കണമെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. നമുക്കറിയാം അവിടെ നോർത്തിലൊക്കെ പോയ എന്താ അവസ്ഥ എന്നൊക്കെ. എന്തായാലും മൂപ്പര് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ഫുഡ് ട്രാക്കിന് ഒരു ചങ്ങായി കൊടുക്കുന്നതാണ്. അപ്പൊ ഇത് പെട്ടെന്ന് വായിച്ച എന്താ അറിയാ, വായിക്കാൻ പറയും. ഈ ആദ്യം എന്താ വായിച്ച പറ? ദാലല്ലേ ഈ ആദ്യം വായിച്ച? ആദ്യം എന്താ വായിച്ചേ? ഡാൽ ഫ്രൈ. ഇവർക്ക് ചിക്കൻക്കില്ല, സീല്ല. ഇവർക്ക് ചിക്കൻക്ക് സീല്ല. ചിക്കൻക്കുണ്ടല്ലോ ഈ ചിക്കൻക്കൊക്കെ. ഇവർക്ക് ചിക്കൻക്ക് ചില ചിക്കൻക്ക് മാത്രം സീ പറ്റുള്ളൂ. ബാക്കിയുള്ള ചിക്കൻക്കൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് വേറെ എന്തോടി? ചിക്കൻ ഹന്തി, ചിക്കൻ റോസ്റ്റ്. കണ്ട ഇവർക്ക് മന്തി ഹന്തിയാ. ശരിക്കും സത്യം പറഞ്ഞൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങള് വായിക്കുമ്പോ അങ്ങനെ ഓരോന്ന് ഓർത്തെടുക്കണം എന്താ സംഭവം എന്നുള്ളത്. ഞങ്ങളൊരു ഐഡിയയില് ചിക്കൻ ടിക്ക മസാല ഗ്രേവി അതിനെടാ. ഇതില് ഇപ്പൊ ജയിൻ കാലെന്ന് വിചാരിച്ചോ. അപ്പൊ പനീറും ഈ സാധനം, പിന്നെ എഗ് ആണെങ്കിൽ എഗ് കറി, ചിക്കൻ ആണെങ്കിൽ ചിക്കൻ കറി, ബാക്കിയൊക്കെ ഒന്നും പല ഇതല്ല സ്പെല്ലിംഗ് പോലെ. ചിലടത്ത് പനീറിന് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇതാ കടാ PANEER, ചിലടത്ത് ഇതാ PANIR പനീർ. ഇതെന്തത്? എന്ത് പനീറാ നമ്മൾ ഉദ്ദേശിച്ച പനീർ തന്നെ. കൊറേ ഡിഫറൻസ് വരുന്നുണ്ട് ഇതില് കേട്ടോ. ചിക്കന് സി ചിലതിലില്ല, ചിലതിലില്ല. ആ ഒരു പുതിയ ഭാഷ കൊടുത്താ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആരും നോക്കണ്ട. ആലു പറാത്ത ഉണ്ട്, ട്രൈ ചെയ്യണമെന്നുണ്ട്. ആലു പറാത്ത കുഴപ്പമില്ല. പൊട്ടറ്റോ ഇല്ല. അപ്പൊ നമ്മളെ വീഡിയോ ഡെയിലി എല്ലാവരും കിട്ടണമെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ